ഞാൻ പിന്നെ എറണാകുളത്ത് ഷോപ്പ് തുടങ്ങി, കാലിക്കറ്റ് ഷോപ്പ് തുടങ്ങി. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ 100 ഷോപ്പുകൾ ഇന്ത്യയിൽ, 100 പിന്നെ കേരളത്തിൽ 100 ഔട്ട്ലെറ്റുകൾ തുടങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വരുന്നത്. ഈ സമയത്താണ് പിന്നെ നമ്മളെ പാർട്ട്ണർ നമ്മളെ അടുത്ത് നിന്ന് വിട്ടുപോകേണ്ടത്, വേറൊരു പ്രോജക്റ്റുമായിട്ട് മുമ്പർക്ക് മാറിയിക്കേണ്ടി വന്നു. ഇതും കൂടെ വന്നപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം പോയി. കാരണം നല്ലൊരു ഫണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ വേഗം ഞങ്ങൾ എഗ്രിമെൻ്റ് പാർട്ണർഷിപ്പ് ഒരു പിന്നെ നല്ല ഫണ്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ വേഗം ഒരു എഗ്രിമെൻ്റ് ആക്കിയിട്ട് ഇന്ന സമയത്ത് നിങ്ങളെ പൈസ തരുന്നതാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റ് തുടങ്ങണം, ഇവിടെ നഷ്ടം വേറെ ഉണ്ട്, ഈ പാർട്ണർഷിപ്പ് പിരിയുന്നു, ഇതെല്ലാം കൂടെ വരികയാണ്. ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഈ സമയത്ത് വരുമ്പോൾ ഞാൻ ഈ സമയത്താണ് ഞാൻ നേരെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം യൂറോപ്പ് ട്രിപ്പ് പോകുന്നുണ്ട് തന്നെ, ബിസിനസ് ടൂറാണെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സമയത്ത് യൂറോപ്പിലേക്ക് അങ്ങ് പോവാം. യൂറോപ്പിലേക്ക് മൊത്തം പ്രശ്നമാണ്. മൊത്തം പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോകണം. അങ്ങനെ പോയി പിന്നെ നമുക്ക് കാണാനുള്ളത് ബെൻസ് മ്യൂസിയം, കാറ്റാടി മ്യൂസിയം, ചീസ് ഫാക്ടറി, അങ്ങനെ കുറേ പിന്നെ പെർഫ്യൂം ഫാക്ടറി, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കണ്ട് ഞാൻ പിന്നെ ഹോളണ്ടിൽ എത്തിയപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു സ്ഥലത്ത് പോയി ചീസ് ഫാക്ടറി. ഞാൻ പറഞ്ഞു എന്ത് ചീസ് ഫാക്ടറി കാണാനാ? അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിന്നെ ഒരു ലേഡി വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്. ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അവരൊരു മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നത്, നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, യൂട്യൂബിലൊക്കെ, മരത്തിൻ്റെ ഷൂ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു തന്ന്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പോയിട്ട് ചീസ് പിന്നെ പണ്ടത്തെ കാലം മുതൽ ചീസ് സൂക്ഷിക്കുന്നത്, അതിങ്ങനെ കളറൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്ന്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാവരും പിന്നെ ഒരു സെയിൽസ് കൗണ്ടറിലേക്കാണ് കയറി. ഈ സെയിൽസ് കൗണ്ടറിൽ കയറി വെക്കുമ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളത് ഞങ്ങൾ 32 ആൾ. പിന്നീട് ഇത് ഈ സെയിൽസ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. ടിക്കറ്റൊക്കെ എടുത്താൽ കയറിയത്. ഈ സെയിൽസ് കൗണ്ടറിൽ കയറിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയതൊന്നുമില്ല, ഞാനിങ്ങനെ പഠിക്കുകയാണല്ലോ. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കവറ്, യൂറോ കൊടുത്തിട്ടാണല്ലോ വാങ്ങിപ്പോരുന്നത്. അവിടെ ഇതൊരു കുഴപ്പമില്ലല്ലോ. അത് ഇതെനിക്ക് ഭയങ്കരമായി. പിന്നെ ഞാൻ ഫുള്ള് വീഡിയോസും ഞാനിവിടെ ഇറങ്ങുന്നില്ല, ഇവരെ എല്ലാ സാധനങ്ങളും ഞാൻ എടുക്കുക. അങ്ങനെ ഞാൻ ബസ് കയറിയിട്ട് പറയാണ്, ഞാൻ അനൗൺസ് ചെയ്യാണ്, ഞാൻ വയനാട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു വർഷത്തിനുള്ളിൽ ഒരു ഹണി മ്യൂസിയം ഞാൻ തുറക്കും. അവിടെ നിന്ന് പറഞ്ഞ് നേരെ പോന്ന്. അപ്പോൾ പിന്നെ ഇത് ശരിക്ക് അവർക്കറിയില്ല, പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് അല്ല. അപ്പോൾ ഇത് ഡിസംബറിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പോയി പിന്നെ ഇവിടെ വന്ന് ജനുവരിയിലാണ് ഇവിടെ ഡിസംബർ 29 എത്തി. ഞാൻ പിന്നെ ഫുള്ള് ഹണി മ്യൂസിയത്തിൻ്റെ പ്രോജക്റ്റല്ല എൻ്റെ തലയിലുള്ളത്. ഞാൻ ഒരു പഴയ ചീസ് ഫാക്ടറി നേരെ ഹണി മ്യൂസിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യം തന്നെ ഇതിന് തിരയാണ്. കോൺഫ്ലിക്ട്സ് ഉണ്ട് കേട്ടോ, 3 കോൺഫ്ലിക്ട്സ് ഉണ്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ്, പിന്നെ ആ ഒരു പ്രശ്നങ്ങളുള്ളത്. അതെങ്ങനെ സോൾവ് ചെയ്തു? അപ്പോൾ അത് ഞാൻ എഗ്രിമെന്റ് ആക്കിയിട്ട് ഒരു വർഷത്തേക്കുള്ള ഗ്യാപ്പ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഇനി അടുത്തത് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോജക്റ്റ് അവിടെ ഓൾറെഡി എന്താക്കിയിട്ടുണ്ട്, പിന്നെ പാസ്സായിട്ട് മിഷനറി ഒക്കെ കിട്ടും. ബാക്കിയുള്ള പ്രശ്നങ്ങളാണല്ലോ. പിന്നെ എനിക്ക് ഫണ്ട് വേണം. അങ്ങനെ ഈ സമയത്ത് ഞാൻ എന്താണ് ഈ പ്രോജക്റ്റ് എൻ്റെ തലയിൽ കയറിയോണ്ട് പിന്നെ എനിക്കൊരു ലക്ഷ്യം വന്നല്ലോ. എനിക്ക് പിന്നെ എന്താണ് ഇത് ഒരു വർഷത്തിനുള്ളിൽ ഇത് തുറക്കണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ വർക്കായിട്ട് തുടങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മാസം വർക്ക് നടന്നപ്പോഴേക്ക് മാർച്ച് 22 ലോക്ക്ഡൗൺ വന്നു. കോവിഡ് വന്നപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ വീടിൽ നിന്ന് ആകെ പിന്നെ 1 കിലോമീറ്റർ ഉള്ള ഈ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വർക്ക് 2 മാസം ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന്. ഈ സമയത്ത് എനിക്കൊരു ഫാമൊക്കെ ഉണ്ട്, അവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. വർക്ക് തുടങ്ങി ഏകദേശം ഒരു ജൂൺ ആയപ്പോഴേക്ക് എനിക്ക് മിഷനറി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് അവിടെ. പിന്നെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഇതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഉള്ളോട്ടുള്ള സ്ഥലത്താണ്, ഹൈവേയിലൊന്നല്ല ഇത് ചെയ്യുന്നത്. ഹൈവേന്ന് വിട്ടിട്ട് ഒരു റൂറൽ ഏരിയയിൽ ഞാനിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും, എൻ്റെ ജോലിക്കാർക്കൊക്കെ ടെൻഷനായി, ഇതെന്താണ് ഉസ്മാനൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു കണ്ടീഷനിലായി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് നാട്ടുകാർ വിളിച്ചിട്ട് ചോദിച്ചു, ഒരാളെന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല നീ എന്തിനാ, നിനക്കെന്താ പ്രാന്തുണ്ടോ, നിനക്കെന്താ സൂക്കടുണ്ടോ, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാമെന്നാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ സെപ്റ്റംബർ, എനിക്ക് നവംബർ 11 എൻ്റെ
പാർട്ണർക്ക് ഫണ്ട് കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ ഞാൻ ഒക്ടോബർ 30 എൻ്റെ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ച്, ഈ പ്ലാന്റിൻ്റെ ഇനാഗുറേഷൻ വെച്ചിട്ട് ഞാൻ ആ ഇനാഗുറേഷൻ അനൗൺസ് ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. എനിക്ക് ഇൻവെസ്റ്റേഴ്സിന് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ്. 10 ദിവസം കൊണ്ട് എനിക്ക് ഫണ്ടിങ് വരികയാണ്. എൻ്റെ പ്രോജക്റ്റ് ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ആ പ്രോജക്റ്റ് എന്താണെന്ന് അതിൽ എനിക്ക് ഫണ്ട് വന്നു. ഞാൻ എന്താ ചെയ്ത്, ഞാൻ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി നേരെ എൻ്റെ ഇൻവെസ്റ്റർക്ക് കൊടുക്കാനുള്ള, എൻ്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ഫണ്ട് കൊടുത്ത് അത് ഒക്കെ സെറ്റിലാക്കി. 2018 ഞാൻ ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു ബ്രാൻഡഡ് ഷോപ്പ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഈ ബിസിനസ്സൊക്കെ എങ്ങനെയാണ്, അതുവരെ വരുന്നത് ഓൺലൈനായിട്ടും എൻ്റെ ഈ മാർക്കറ്റിംഗ് മാത്രമാണ്. ഫേസ്ബുക്കിലൊരു പേജ് തുടങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പേര് തന്നെയായിരുന്നു ബി ക്രാഫ്റ്റ് തേൻകട എന്നുള്ളത്. ഇപ്പോൾ അത് ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയം എന്നുള്ളത് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേജിലൂടെയാണ് ഞാൻ എന്താക്കുന്നത്, എൻ്റെ മാർക്കറ്റിംഗ് ഫുള്ള് നടത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2018 ആദ്യമായിട്ട് തേൻകട എന്നുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മനോജ് കെ ജയനായിരുന്നു ഉദ്ഘാടനം ചെയ്ത്. വലിയ രീതിയിലുള്ള ബ്രാൻഡിങ്ങിലൊക്കെ ബി ക്രാഫ്റ്റ് തേൻകട എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പൊക്കെ തുടങ്ങി. ഷോപ്പായിട്ട് തുടങ്ങുന്നത് 2018 തുടങ്ങി. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈനും ഈ കടകളിൽ കൊണ്ടുകൊടുക്കുന്ന ആ ബിസിനസ്സാണ് 2018 ഷോപ്പ് വരുന്നത് 2018 2016 തുടങ്ങി 2018 ആ ഷോപ്പ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 2018 പിന്നെ മാർച്ച് 14 എൻ്റെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ. കറക്റ്റ് 85ാമത്തെ ദിവസം ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കോഴിക്കോടും അതേപോലെ തന്നെ എറണാകുളത്തൊക്കെ ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പിന്നെ 85ാമത്തെ ദിവസം 2019 ഓഗസ്റ്റ് 9 തോന്നുന്നത് രണ്ടാമത്തെ പ്രളയം ഉണ്ടായല്ലോ. പ്രളയത്തിൽ എൻ്റെ ബിൽഡിങ് ഞാൻ പിന്നെ കൊച്ചിയിലാണുള്ളത്, അവിടുത്തെ ഷോപ്പിൻ്റെ വർക്കായിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു, ബിൽഡിങ് താഴ്ന്നു പോയി എന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ നോക്കുമ്പോഴേ എൻ്റെ ഷോപ്പ് ഫുള്ള് താഴ്ന്നു പോയിട്ടുണ്ട് മണ്ണിൻ്റെ അടിയിലേക്ക്. അത് പൊട്ടി വീണ് അമ്പി പോയിട്ടുണ്ട്. അതിൽ എൻ്റെ മുഴുവൻ സാധനങ്ങളും അതിലാണ്. എറണാകുളത്തേക്ക് പുതിയ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ വരെ അന്ന് ലോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗോഡൗണും ഓഫീസും അതേപോലെ ഈ സ്പൈസസിൻ്റെ കടയെല്ലാം ഇതിൽ തന്നെയാണ്. ഇത് മുഴുവനായിട്ട് അങ്ങ് വീണുപോയി. അപ്പോൾ വീണുപോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ ഇവിടെ നിന്നിട്ട് വേഗം തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ പോയി. കൊച്ചിയിലേക്ക് പോയി. എത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? അതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപേൻ്റെ നഷ്ടമാണ്. മൊത്തം പോയി. കാരണം അങ്ങനെ വന്ന് അപ്പോൾ എനിക്കൊരു ചെറിയ സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊച്ചിയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊച്ചിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഷോപ്പ് പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഞാൻ നേരെ പോയി അവിടെ പോയി പണി തുടങ്ങുമ്പോൾ 13-ാം തീയതി ഞാൻ രാവിലെ കൊച്ചിയിൽ ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് എയർപോർട്ട് റോഡിൻ്റെ അവിടെ എത്തിയപ്പോണ്ട് വെള്ളം അങ്ങനെ പൊങ്ങുന്നു. ഞാൻ അപ്പം തന്നെ അവിടുന്ന് വണ്ടി തിരിച്ച്, വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിലേക്ക് തന്നെ തിരിക്കാറ്. ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഞങ്ങൾ നിന്ന ഫ്ലാറ്റ്, ഞങ്ങൾ ഏറ്റവും താഴത്തെ നിലയിൽ, ഈ ഫ്ലാറ്റിൽ മുഴുവനും വെള്ളം കയറിയിട്ട് അതിലുള്ള പ്രോഡക്റ്റുകൾ മുഴുവനും പോയി. പിന്നെ ആകെ ഉള്ളത് ഒരു ഈക്കോ വണ്ടിയിലുള്ള ഒരു 10-15 പെട്ടി ബോക്സ് ഹണി മാത്രമാണ് കയ്യിലുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ പോയി. അപ്പോൾ അങ്ങനെ നേരെ വന്ന് ഞാൻ പിന്നെന്ത് ചെയ്ത്, കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ഇവിടെ പുത്തുമലയിലൊക്കെ, പിന്നെ വയനാട്ടിൽ പുത്തുമലയിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒക്കെ മാറി. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സൊക്കെ തകർന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിലേക്ക് പോയാലും എല്ലാവർക്കും പതിവ്. പക്ഷെ അവിടെ അപ്പോഴും സാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് ചെയ്തത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാനപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് 100-ാം ദിവസം ബി ക്രാഫ്റ്റ് ഹണി മ്യൂസിയത്തിൻ്റെ പുതിയ സ്ഥാപനം തുറക്കുന്നതാണ്. തുടങ്ങിയിരിക്കും.